വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്ക് ലഹരിക്കടത്ത് സജീവം. കൊച്ചിയും കരിപ്പൂരും കേന്ദ്രീകരിച്ചാണ് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നത്. സംഭവത്തിൽ കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ലഹരിക്കടത്ത് തടയാൻ പോലീസും എക്സൈസും സജീവമായി ശ്രമിക്കുന്നതിനിടെയാണ് വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നത്. കരിപ്പൂർ, കൊച്ചി വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക്. ഒമാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളാണ് രാസലഹരിയുടെ ഉറവിടമായി മാറുന്നത്. ഇവിടങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം. പാൽപ്പൊടി പാക്കറ്റുകൾ അടക്കമുള്ള ഫുഡ് പ്രൊഡക്റ്റുകളിൽ ഒളിപ്പിച്ചാണ് MDMA അടക്കമുള്ള സിന്തറ്റിക് ലഹരികൾ കേരളത്തിലേക്ക് കടത്തുന്നത്. വിദേശത്തെ ലഹരി മാഫിയ സംഘങ്ങളിലും നിരവധി മലയാളികളുണ്ട്. നേരത്തെ സ്വർണ്ണക്കടത്തിൽ ഏർപ്പെട്ടിരുന്നവർ വരെ ഇപ്പോൾ ലഹരിക്കടത്തിൽ ക്യാരിയർമാരാകുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. വൻ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതാണ് സ്ത്രീകളടക്കം നിരവധി മലയാളികളെ വിദേശത്തു നിന്നുള്ള ലഹരിക്കടത്തിന്റെ കണ്ണികളാക്കി മാറ്റുന്നത്. ഒരു തവണ ലഹരി കടത്തുന്നതിലൂടെ 3 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവരുമുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികളെ കണ്ണിച്ചേർത്ത വ്യാപക അന്വേഷണത്തിനാണ് ഏജൻസികൾ ഒരുങ്ങുന്നത്. റിപ്പോർട്ടർ, മലപ്പുറം.